ഹേ ഓൾ. അപ്പോൾ നമ്മോടൊപ്പം ഇന്നുള്ളത് ജീമോൻ സാറാണ്. അതോടൊപ്പം ഡി ബ്ലോക്കിലെ S4 ബാച്ചിലെ കുട്ടികളും സാറിൻ്റെ കുട്ടികളാണ് ഈ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗദർ പോലെയാണല്ലോ, ഇപ്പോൾ എല്ലാവരും വീണ്ടും നിങ്ങൾ ഒരുമിച്ച് കണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെയധികം നൊസ്റ്റാൾജി ഉണ്ടാവും പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച്. അതിൻ്റെ കൂടെ തന്നെ പല പല നല്ല മാർക്കുകൾ വാങ്ങിച്ച് നല്ല റാങ്കൊക്കെ വാങ്ങിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. മോൻ്റെ പേരെന്താണെന്നും അതുപോലെ മോന് കിട്ടിയ നീറ്റ് സ്കോർ എന്താണെന്നും പറഞ്ഞാൽ മതി. എൻ്റെ പേര് നവനീത്. എനിക്ക് കിട്ടിയ സ്കോർ 665. ഓക്കെ, എവിടുന്നാണ് വരുന്നത്? കായംകുളം. ഹായ്, എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ സ്കോർ 656 ആണ്. ഓക്കെ. ഹായ്, ഞാൻ അനുപമ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ സ്കോർ 652 ആണ്. എൻ്റെ പേര് ജസീന്ത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്കോർ 662 ആണ്. ഹായ്, ഞാൻ സാന്റ. ഞാൻ വരുന്ന കോട്ടയത്തിൽ നിന്നാണ്. എൻ്റെ സ്കോർ 660. എൻ്റെ പേര് ഐശ്വര്യലക്ഷ്മി. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. സ്കോർ 653. ഹായ്, എൻ്റെ പേര് സഫാന. ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. എൻ്റെ സ്കോർ 660 ആണ്. ഹായ്, എൻ്റെ പേര് ആര്യ. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. സ്കോർ 662. ഹലോ, ഞാൻ നെസൽ. സ്കോർ 672. വരുന്ന മലപ്പുറത്ത് നിന്ന്. സാറിൻ്റെ മക്കളെ എല്ലാവരും 650+ മാർക്ക് വാങ്ങിച്ച് നല്ല മിടുക്കരായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനും കൂടുതൽ അഭിമാനത്തിൻ്റെ വേറെ നിമിഷമില്ല അല്ലേ? അപ്പോൾ എന്താണ് സാറിന് ഇവരെക്കുറിച്ച് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ കൂടുതൽ പിള്ളേരെയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് പിള്ളേരോട്. ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എന്താ പറയുക വിക്ടറിയുടെ അന്ന് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവരെ കൊണ്ട് വരാൻ പറ്റിയില്ല. ചെന്നിരുന്നാൽ പോലും 9 പേര് എൻ്റെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇനി ഇവർ ആഗ്രഹിക്കുന്നൊരു കോളേജിൽ അഡ്മിഷൻ കൂടെ എടുത്ത് കാണണമെന്ന് ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളെ ഈ സാറിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്ന് മിസ്സിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങളുടെ മാറിയുള്ള ഫോട്ടോ എടുപ്പും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായാലും ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ എന്താ പറയാനുള്ളത് സാറിനെ കുറിച്ചിട്ട്? ഇത് നമ്മളെ പ്രിയപ്പെട്ട ജീമോൻ സാർ. ഞങ്ങളുടെ S4 ബാച്ചിൻ്റെയും സർവോപരി ഞങ്ങളെ ഹോസ്റ്റലിൻ്റെയും നാഥനാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ക്ലോസ് ആണ് മൂപ്പരാള്. പിന്നെ അപ്പം ഈ ഒരു വർഷത്തെ കംപ്ലീറ്റ് അപ്സ് ആൻഡ് ഡൗൺസിൽ സാർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 10 മാസക്കാലത്തോളം അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പം ഫുള്ള് കൂടെ കമ്പനി ഇനിയിപ്പോൾ സാറെ കല്യാണത്തിന് വരെ നമ്മളെ വിളിക്കാനുള്ള ലെവലിൽ പരിചയമുണ്ട്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ സാർ കൂടെ ഉണ്ടാവും. സാറിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വിഷമം പറയുമ്പോൾ സാറ് എന്ന മോട്ടിവേഷൻ അത്രയും മാത്രം മതിയായിരുന്നു എന്ത് വിഷമം ഉണ്ടെങ്കിലും അവിടെ വെച്ച് തീർക്കാൻ. സത്യം പറഞ്ഞാൽ പാരൻസ് കൂടെ ഇല്ലാത്തപ്പോൾ സാറ് സത്യം പറഞ്ഞാൽ എനിക്ക് ചേട്ടനെ പോലെ ആയിരുന്നു. താങ്ക് യു സാർ. എനിക്ക് S4ഉം ജീമോൻ സാറും എല്ലാം മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ക്ലാസ് തുടങ്ങിയപ്പം നമുക്ക് ആദ്യം വൈബെല്ലാം തോന്നിയിരുന്നു. പിന്നെ ലാസ്റ്റ് ഓരോ സെലിബ്രേഷൻ മോഡൊക്കെ എത്തിയപ്പം സെലിബ്രേഷൻ ആ ഒരു ദിവസം മാത്രമേ കാണത്തുള്ളൂ. എന്നാലും അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. പിന്നെ പരീക്ഷ എത്തിയപ്പോഴത്തേക്ക് ആ മൂടൊക്കെ മാറും. പിന്നെ സാറിനോട് ഞാൻ സംസാരിക്കാനുണ്ടായിരുന്നു അങ്ങനെ. അപ്പം നമ്മൾ ഒത്തിരി മീൻസ് സാറ് കുറേ റിയാലിറ്റി സൈഡ് വെച്ചാണ് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് കുറച്ച് സമാധാനമാവും. ഓക്കെ, ഇനിയും നമുക്ക് കയറി വരാനാവും എന്നൊക്കെ വിശ്വാസം. പിന്നെ എൻ്റെ ഹോസ്റ്റലും ക്ലാസ്സും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇന്ന് വരാൻ പറ്റിയ സന്തോഷമുണ്ട്. സംസാരിച്ച ന്യൂസിലൊക്കെ ഉള്ള ആളാണ് കേട്ടോ, വൈറലാണ്. അതെന്താ വൈറലാവാൻ കാരണം? നീറ്റിനൊരു നമ്മള് ഒരു ക്ലാസ് നിർത്തിയിരുന്നു. അപ്പം നമ്മൾ കയറി ഒന്ന് പറഞ്ഞേക്കാം, നമ്മൾ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ഒരു കുറവുണ്ടെന്ന് കരുതി. അങ്ങനെ നമ്മൾ പോയി പറഞ്ഞു. നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതി നമ്മൾ വേണം, നമുക്ക് ഇനിയും നീറ്റ് വേണ്ട, ഇത് തന്നെ തുടർന്ന് പോകണം. കാര്യം ഇത്ര നമ്മൾ കഷ്ടപ്പെട്ടതാണ്. ഇത് നമ്മൾ നേടിയെടുത്ത് നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ S4-നെങ്ങും ബുള്ളറ്റിനെങ്ങും സപ്പോർട്ട് ചെയ്ത് നീറ്റിൻ്റെ എല്ലാ പിള്ളേർക്കും വേണ്ടി. അതെ, അതായത് സാറിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ പഠിക്കുകയും ചെയ്യും, ഒപ്പം തന്നെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക, അതുപോലെ എക്സ്പ്രസ് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. പറഞ്ഞത് ആണല്ലേ? എല്ലാത്തിലും മൈക്കിലോ? ഓക്കെ. അപ്പോൾ ഞാൻ സാർ ഇപ്പോൾ പറഞ്ഞു കൊടുത്തോളം എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. സാറ് വളരെ സപ്പോർട്ടീവായിരുന്നു. ഒരു ബ്രദറിൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്നുള്ളൊരു മിസ്സിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാതെ നിങ്ങളെ കൊണ്ടുപോയ സാറാണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഇനി മറക്കാനാവാത്ത ക്ലാസ്സിലെ എന്തെങ്കിലും എക്സ്പീരിയൻസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് വല്ല ആഘോഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഇടയിലത്തെ എന്തെങ്കിലും ഫണ്ട്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരെയും പേഴ്സണലായിട്ട് സാർക്ക് അറിയാം. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാർ പേഴ്സണലായിട്ട് വന്ന് നമ്മളടുത്ത് സംസാരിച്ച് അത് സെറ്റാക്കാറുണ്ട്. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ എക്സാംസിന് A+ ജസ്റ്റ് മിസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവെ ഞാൻ അത് അത്ര കാര്യമില്ല, പക്ഷെ സാർ അത് നോട്ടീസ് ചെയ്തു. ആൻഡ് സാർ എൻ്റെ അടുത്ത് സംസാരിച്ച് നല്ലോണം മോട്ടിവേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതായിരുന്നു എനിക്ക് ഏറ്റവും
മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്. അത് സാറ് സാധാരണ നമ്മൾ അത്ര നോട്ടീസ് ചെയ്യല്ല, കാരണം കുറേ പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മാർക്കും അത് മാറ്റം ചിലർക്ക് കിട്ടും, കിട്ടാതിരിക്കും. അപ്പോൾ ആ ഒരു മാറ്റം സാർ നോട്ടീസ് ചെയ്തു. അതാണ് കാര്യം. മോൾക്ക് എന്തെങ്കിലും മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ സെയിം എക്സ്പീരിയൻസ് ആണ് സാറിനെ കുറിച്ച് ഞാൻ പറച്ചിൽ ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ ബാക്ക് ടു ബാക്ക് സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടല്ലേ സാറിൻ്റെ അടുത്ത്? അതെ, മറക്കാൻ പറ്റാത്ത ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് ഇല്ല. എല്ലാ ദിവസവും സ്പെഷ്യലായിരുന്നു. എല്ലാ ദിവസവും സാറ് ക്ലാസ്സിൽ വന്ന് എന്തെങ്കിലും ഒരു കഥ പോലെ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ തന്ന് ഞങ്ങളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കാൻ നോക്കുക, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ മോട്ടിവേഷനൊക്കെ വളരെ നല്ലതായിരുന്നു. എപ്പോൾ നമുക്ക് സാറിനെ എപ്പോൾ വേണേലും പോയി കാണാം. സാർ എപ്പോഴും നമ്മുടെ അടുത്ത് ഫ്രീ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കും. നമുക്ക് വേണ്ടി എല്ലാ സഹായം, എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അത് ആക്ച്വലി ഞങ്ങളൊരു കരോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പാടിയൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഇരുന്ന് കാണും. അത് കാണുമ്പോൾ ശരിക്കും S4 ശരിക്കും മിസ് ചെയ്തിരുന്നു. പിന്നെ ജിമോൻ സാറിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് എക്സാം ഞാൻ പാലയിൽ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ശരിക്കും ഡൗൺ ആയിരുന്നു. ആ സമയത്താണ് സാറിൻ്റെ വീട്ടിലെ പൂച്ചയുടെ ഒരു കഥ പറഞ്ഞത്. എക്സാമിന് തൊട്ട് മുമ്പ് ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിലാണ് സാർ ആ കഥ പറയാറ്. അങ്ങനത്തെ കഥകൾ, അങ്ങനെ ഒരു പൂച്ചയുടെ ഒരു കഥ കാരണം എക്സാമിന് തൊട്ട് മുമ്പ് ഹാപ്പി ആയിട്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സാറ് ശരിക്കും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. താങ്ക് യു സർ. പിള്ളേരൊക്കെ ഇമോഷണൽ ആവാണല്ലേ സാർ? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ഡേ തന്നെയാണ്. കാരണം ഞാൻ ഭയങ്കര പേടിച്ചാണ് വന്നത്. എനിക്കെന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ ഹോസ്റ്റൽ തൊട്ട് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ വന്നപ്പോൾ തൊട്ട് എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. ഈവൻ ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു. എസ്പെഷ്യലി ജിമോൻ സാർ ആണെങ്കിൽ. പക്ഷേ ജിമോൻ സാറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും വലിയ പ്രശ്നം പറയാൻ പറ്റത്തില്ല, സാർ കൂടി കരഞ്ഞു കളയും. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പാവം ഭയങ്കര സപ്പോർട്ടാണ്, ഒത്തിരി ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. എനിക്കൊരു വിഷമം സാറിന് ആഗ്രഹിച്ചത്ര മാർക്ക് എനിക്ക് മേടിക്കാൻ പറ്റില്ല, എങ്കിലും ഒരു ഡോക്ടർ ആവാൻ എനിക്ക് പറ്റി. അതിന് സാറിനും ഭയങ്കര താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അടിപൊളിയാണ്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എനിക്ക് ബ്രില്യൻറ്റിലാണ് കിട്ടിയത്. താങ്ക്സ്. സോ S4 എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ജിമോൻ സാറിൻ്റെ മുഖമാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് കയറി വരുന്ന ടൈമിൽ തമ്മിൽ ആർക്കും അറിയില്ല, പരിചയങ്ങളൊന്നുമില്ല. ഞങ്ങളും പൊതുവെയുള്ള ആളുകളെല്ലാവരും അധികം കയറി സംസാരിക്കാത്ത ടൈപ്പും കൂടിയായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ സാറാണ് മുന്നോട്ട് കയറി വന്ന്, ഞാൻ അത്രയും സ്ട്രിക്റ്റ് സാറൊന്നുമല്ല, ഞാൻ അത്യാവശ്യം ലീനിയൻ്റ് ആണ്, കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഈ ഒരു വർഷം നമുക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ കടന്ന് തീർക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് തന്നെ ജിമോൻ സാറാണ്. അത് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ക്ലാസ്സുകളൊക്കെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളൊരു ദിനം നമ്മുടെ കേരള പിറവിയാണ്. അന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഡ്രസ് കോഡ് പ്ലാൻ ചെയ്ത് എല്ലാവരും അത് അടിപൊളിയായിട്ട് എക്സിക്യൂട്ടും ചെയ്തു. അപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ കളറിൽ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന അതൊക്കെ വളരെ ഓർമ്മ തരുന്നൊരു ദിനമായിരുന്നു ആ ഒരു ദിവസം. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മെമ്മറി. പൊതുവെ പറയുകയാണെങ്കിൽ സാറ് തന്നെ വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഇവരെല്ലാവരും പറഞ്ഞു, എക്സ്ട്രാ ഒന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെ എല്ലാം ജിമോൻ സാറാണ്. എനിക്ക് പറയാനുള്ളത്, പണ്ട് സാറ് ഞങ്ങളിങ്ങനെ സ്ട്രെസ്സൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ തന്നു. ആ സമയത്ത് സാറ് മറ്റുള്ള സ്റ്റാഫുകളോട് പറഞ്ഞ് അവിടെ പിള്ളേർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളെല്ലാവരും 10-18 മണിക്കൂർ ഇരുന്നിട്ട് നോക്കിയിട്ട് ഒന്നും രക്ഷയില്ല. പിന്നെ സാറ് അന്ന് യൂട്യൂബ് നോക്കി പഠിച്ച് ചെയ്തെന്ന് വന്ന്. അതെ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡേയ്സും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് സാറ് കാരനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഇടയിൽ കുറേ കുസൃതികളും അതുപോലെ കുറേ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഗെയിം പോലെ കളിക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് ക്ലീഷയായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാൽ കൂട്ടത്തിലെ പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഞാൻ പറയാണ്, ഒരു സപ്പോസ് പറയാണ്, കൂട്ടത്തിലെ ഫുഡി ആരാണ്? അതായത് ഫുഡ് കണ്ടാൽ അപ്പം വീണ് പോകുന്ന ഒരാളാരാണ്? സ്വന്തമായി ഏറ്റെടുത്തേക്കാണ്. ആണല്ലേ? അവളാണോ കൂട്ടത്തിലെ ഫുഡി? എന്താണ്? പല ഹോസ്റ്റലാണ്. പക്ഷെ സ്റ്റിൽ നിങ്ങളവിടെ പബ്സും അല്ലെ അതിൻ്റെയൊക്കെ ഫാൻസാണ് നിങ്ങളെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ? ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത്
ഞാനും മോശമൊന്നുമല്ല. അതെ അല്ലേ, ചായയാണ് നമ്മുടെ ഊർജ്ജം പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. ആണ്. ഓക്കെ, അപ്പൊ കൂട്ടത്തിലെ ചളിയത്തി അല്ലെങ്കിൽ ചളിയൻ എന്ന് വെച്ചാൽ ചളി പറഞ്ഞ് നമ്മളെ കൊല്ലുന്ന ആരായിരുന്നു? മൈക്ക് ഇപ്പൊ ആരാന്ന് സംശയമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മനസ്സിലായുള്ള ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചളിയൻ ആരാണെന്ന്. ഓക്കെ, ശ്രീരാഗാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തില് തള്ളി 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 മറച്ച് നമ്മളെ വെറുപ്പിക്കുന്ന അതും ആർക്കാ പോകുന്നേ? ഗേൾസിൽ ആരെങ്കിലും ആണല്ലേ? ഞങ്ങളെല്ലാം ഡീസന്റ് ആണ്. ജീമോൻ സാറിന്റെ മക്കളൊക്കെ ഞങ്ങൾ സൂപ്പറാണ്, ഡീസന്റ് ആണ്, തള്ളാറൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇനി മെൻഷൻ ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടുന്നതോ? അല്ലെങ്കിൽ പാട്ട് പാടൂ. അപ്പൊ ഒരു പാട്ട് പാടൂ. ना कुछ पूछा ना कुछ मांगा, तूने दिल से दिया जो दिया, ना कुछ बोला ना कुछ टोला, मुस्कुरा के दिया जो दिया, तू ही धूप तू ही छाया, तू ही अपना पराया, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं. ചോദിക്കട്ടെ, ഈ പാട്ട് ആർക്കായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുക ഈ ഒരു മൊമെന്റില്? ഫുൾ S4 എല്ലാവർക്കായിട്ട് ഓക്കെ, ജീമോൻ സാറിനില്ലേ? ജീമോൻ സാർ S4 മെയിൻ. S4 മെയിൻ ആണല്ലേ? അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു പാട്ടൊക്കെ ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കും. ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വന്ന ഒരു ഡേ, അതുപോലെ ഈ ഒരു മൊമെന്റ്സ് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് തന്നെ ഈ പാട്ടോടുക്കനെ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ പല പല മെമ്മറീസ് ഓർത്തെടുത്ത് പറഞ്ഞല്ലേ, കേരള പിറവി ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അതുപോലെ വിക്ടറി ഡേയും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനും, അതുപോലെ തന്നെ ഇതുപോലൊരു സാറിന് ഒരിക്കലും അല്ലേ നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യണം. സാർ എന്തായാലും കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ത്രൂ ഔട്ട് യുവർ ലൈഫ് എന്ത് ചെയ്യണം, ഇതുപോലെ ക്ലാസ് ടീച്ചേഴ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചർമാരെ ആണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി അല്ല, ഇതൊരു മാതൃകയാണ്, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറിയാണിത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് ഇനിയും നല്ലൊരു ഹൈറ്റ്സിൽ എത്താൻ പറ്റട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കന്മാരുമായിട്ട് അടിച്ചു പൊളിച്ച് ഡോക്ടർമാരൊക്കെ ആയിട്ട് നമുക്ക് പല പല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണണം. ഓക്കെ, അപ്പോൾ ഇനി ജൈമോൻ സാറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ? എൻ്റെ ഇത് തന്നെ ഒരു യൂണിറ്റിയോടുക്കനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിട്ട് ഇത് എപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യാൻ വെക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചേഴ്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.